മര്യാദ വീട്ടണമെത്രേ. അള്ളാഹുവിന്റെ റസൂലിനോട് അലിയാര് തങ്ങൾ ഒരു നിമിഷം ചോദിച്ചു പോയി, ഇത്ര വലിയ മര്യാദ വേണോ റസൂലേ? അങ്ങയെ ബുദ്ധിമുട്ടിച്ചവർ, നമ്മുടെ സഹാബത്തിനെ മർദ്ദിച്ചവർ, അങ്ങയുടെ അനുയായികളെ കഷ്ടപ്പെടുത്തിയവർ, നമ്മുടെ പണം കൊള്ള ചെയ്തവർ, ആ കൊള്ള ചെയ്ത പണമെങ്കിലും ഇതിൽ നിന്നെടുത്തിട്ട് പോരെ, ഇത് തിരിച്ചു കൊടുക്കാനെന്ന് അലിയുടെ ചോദ്യം മുഴുവനാക്കാൻ സമ്മതിച്ചില്ല അഷ്റഫുൽ ഖൽഖ്. അലിയേ മിണ്ടിപ്പോകരുത്, അലിയേ മിണ്ടിപ്പോകരുത്, അലിയേ മിണ്ടിപ്പോകരുത്. നീതിയുടെ കാര്യത്തിൽ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകരുത് അലിയേ. അവർ ശത്രുക്കളായിരിക്കാം അലിയേ, പക്ഷേ നീതി വേണം അലിയേ. നീതി നടപ്പാക്കാനാണ് ഞാൻ വന്നത് അലിയേ. എന്നെ പറഞ്ഞയച്ചത് അതിനാണ് അലിയേ. നാട്ടിൽ നിന്ന് ഞാൻ പുറത്താക്കപ്പെടുന്നത് നീതിക്ക് വേണ്ടിയാണ് അലിയേ. മക്ക എനിക്ക് അന്യമായതും നീതിക്ക് വേണ്ടിയാണ് അലിയേ. മദീനത്തേക്ക് പോകേണ്ടി വന്നതും നീതിക്ക് 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 വേണ്ടിയാണ് അലിയേ. അതുകൊണ്ട് അവർക്കത് തിരിച്ചു കൊടുത്തേ ഞാൻ തൃപ്തനാകൂ അലിയേ. ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. അവകാശികൾക്ക് ബാധ്യത ഏൽപ്പിച്ചു കൊടുക്കണം. അതിനുവേണ്ടി ഈ സംഖ്യ അവർക്ക് തിരിച്ചേൽപ്പിച്ചു കൊടുക്കണമെന്ന് അലി ഹൈദറുൽ കറാർ റളിയല്ലാഹു തആല അൻഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് വീട് വിട്ടിറങ്ങുകയാണ്. വീട് വിട്ടിറങ്ങണം. എങ്ങനെ ഇറങ്ങണം? വീട് വളഞ്ഞവർക്കിടയിലൂടെ എങ്ങനെ ഇറങ്ങണം? വാളും പിടിച്ചുകൊണ്ട് നിൽക്കുന്നവർക്കിടയിലൂടെ എങ്ങനെ ഇറങ്ങണം? നേരത്തെ പറഞ്ഞ ഭാഗത്തേക്ക് നമ്മൾക്ക് ഒരുങ്ങിപ്പോകാം. അവൻ ഒറ്റ നോക്കുന്നുണ്ടല്ലോ അർശിൽ നിന്ന്. അവന്റെ കണ്ണെത്താത്ത ദിക്കില്ലല്ലോ. അവന്റെ റസൂലിനെ കാക്കാൻ അവൻ അറിയില്ലേ? അവന്റെ ഹബീബിനെ പറഞ്ഞയച്ചത് അവൻ അറിയില്ലേ? അവന്റെ ഖുർആൻ ഇറക്കി കൊടുത്തത് അവൻ അറിയില്ലേ? മലക്കിനെ പറഞ്ഞയച്ചത് അവനാണ്. ജിബ്രീലേ പോകുക, എന്റെ ഹബീബിന്റെ അടുക്കലേക്ക് പോകുക, എന്റെ ഹബീബിനെ ഓതി കേൾപ്പിക്കുക ജിബ്രീലേ. അവൻ നോക്കുകയാണ്. അവൻ കോപിച്ചാൽ പിന്നെ ചാമ്പലാണല്ലോ, അവൻ സ്നേഹിച്ചാൽ പിന്നെ നിധിയാണെല്ലാം. അതുകൊണ്ട് അവന്റെ സ്നേഹമാണ്, അവന്റെ കോപമാണ്. അല്ലാഹു നോക്കുകയാണ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. അവനും അവന്റെ മലക്കുകളും ഈ നബിക്ക് സലാത്ത് ചൊല്ലുന്നുവെന്ന് അവൻ അറിയിച്ചു കൊടുത്ത നബിയാണ്. അവൻ അറിയിച്ചു കൊടുത്ത നബിയാണ്. അവൻ അറിയിച്ചു കൊടുത്ത നബിയാണ്. ബദറിൽ നിന്നുകൊണ്ട് ഈ നബി പ്രാർത്ഥിച്ചതാണ്, റബ്ബേ ഈ സംഘത്തെ തോൽപ്പിക്കരുത് റബ്ബേ, ഈ സംഘത്തെ തോൽപ്പിക്കരുത് റബ്ബേ. ഇഖ്ബാലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നബിയുടെ ദുആക്ക് ആമീൻ ചൊല്ലിയതെന്ന് വാളുകളാണ്. നബി ദുആ ചെയ്തപ്പോൾ അല്ലാമാ ഇഖ്ബാൽ പറയുകയാണ്, വാളുകൾ ആമീൻ ചൊല്ലി, ആമീൻ ആമീൻ ആമീൻ. തോൽപ്പിക്കരുത് റബ്ബേ, ഞങ്ങളെ ജയിപ്പിക്കണം റബ്ബേ, തൗഹീദ് ഉയരണം റബ്ബേ. ഈ സംഘം തോറ്റാൽ പിന്നെ നിന്റെ ദീന് പറയാൻ ആളുണ്ടാവില്ല റബ്ബേ എന്ന് പറഞ്ഞപ്പോൾ ആമീൻ 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 എന്ന് വാളുകൾ ചൊല്ലിയില്ലയോ എന്ന് ഹസ്രത്ത് ഹക്കീമെ ഉമ്മത്ത് അല്ലാമാ ഇഖ്ബാൽ പറഞ്ഞതോർക്കുക. ആ ഘട്ടത്തിൽ, ബദറിന്റെ ഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ അല്ലാഹു മറുപടി നൽകിയത്രേ. അല്ലാഹു മറുപടി അറിയിച്ചു കൊടുത്തത്രേ, നബിയെ ഞാൻ ആയിരങ്ങളായ മലക്കുകളെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുകയാണ് നിങ്ങളെ സഹായിക്കാൻ. ബദറിൽ അവരുണ്ടാകും, ബദറിൽ അവർ പടവെട്ടും, ബദറിൽ അവർ കാവലായിരിക്കും. പേടിക്കേണ്ട നബിയെ, ഞാനില്ലേ നബിയെ എന്ന് പറഞ്ഞു. ബദറിന്റെ യുദ്ധക്കളത്തിൽ അബൂജഹൽ കൊല ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. അബൂജഹൽ കൊല ചെയ്യപ്പെട്ട് കിടക്കുന്നത് കണ്ടിട്ടൊരു സഹാബി പറയുകയാണത്രേ, ഇത് സാധാരണ വെട്ടല്ലല്ലോ, കരിവാളിച്ച വെട്ടാണല്ലോ, ഒരു മനുഷ്യന്റെ വാളുകൊണ്ട് കൊല ചെയ്യപ്പെട്ട കോലമല്ലല്ലോ എന്ന് ആ സഹാബി അത്ഭുതപ്പെട്ട് പറഞ്ഞതിനെ കുറിച്ച് പറയപ്പെടുകയാണ്. മലക്കുകളിൽപ്പെട്ട പ്രമുഖനായ മീകായിൽ അലൈഹിസ്സലാം, മീകായിൽ ഇടിമിന്നലിന്റെ മീകായിൽ, ഇടിമിന്നലിന്റെ മീകായിൽ, മേഘഗർജനത്തിന്റെ മീകായിൽ, ആകാശഗോളങ്ങളിലൂടെ ശബ്ദം മുഴക്കുന്ന മീകായിലിനെ ഇടിമിന്നലിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട മീകായിൽ, ആ മീകായിലിന്റെ വെട്ടിലാണത്രേ അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി കൊല ചെയ്യപ്പെട്ടത് എന്ന് പറയപ്പെടുകയാണ്. അങ്ങനെയുള്ള സംഭവങ്ങൾ എന്തൊക്കെ സഹിച്ചു, എന്തൊക്കെ സംഭവങ്ങൾ കണ്ടു. ആ സംഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അതാ ആ റസൂലിന് ഇറങ്ങിപ്പോകണം. എന്ത് കാവൽ, ആരുടെ കാവൽ, എങ്ങോട്ട് പോകണമെന്നധികം ചിന്തിക്കേണ്ടി വന്നില്ല. ഷാഹത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കിടക്കുകയാണ്. ശത്രുക്കൾക്കിടയിലൂടെ രക്ഷപ്പെട്ടു പോകണം. അതാ കുനിയുന്നു, നബി കുനിയുകയാണ്, നബി കുനിയുകയാണ്. അല്ലാഹുവിന്റെ ഭൂമിയിൽ നിന്നൊരു പിടി മണ്ണ്, വെറും ഒരു പിടി മണ്ണ്
ശത്രുക്കളെ മുഴുവൻ തരണം ചെയ്യാൻ, വലിയ വലിയ കൊലക്കൊമ്പന്മാരെ മുട്ടുകുത്തിക്കാൻ, വാളുകളെ തകർക്കാൻ ആയുധമില്ല, പരിചയില്ല, അമ്പില്ല, പീരങ്കിയില്ല, ഒരു പിടി മണ്ണ്, റബ്ബിന്റെ ഭൂമിയിലെ ഒരു പിടി മണ്ണ്. ആ മണ്ണ് വാരിക്കൊണ്ടെറിഞ്ഞു, അവരുടെ മുഖത്തേക്കെറിഞ്ഞു. അതെറിയുമ്പോഴേക്ക് മന്ത്രിച്ചു, ഷാഹത്തിൽ വുജൂ, ഷാഹത്തിൽ വുജൂ, മുഖങ്ങൾ വികൃതമാക്കപ്പെടട്ടെ. ഹുനൈനിൽ വിളിച്ചു പറഞ്ഞ അതേ മന്ത്രം, മുഖങ്ങൾ വികൃതമാക്കപ്പെടട്ടെ, മുഖങ്ങൾ വികൃതമാക്കപ്പെടട്ടെ. പിന്നെ എന്ത് നടന്നു എന്ന് ചോദിക്കരുത്, അള്ളാഹു നടത്തി എന്ന് മാത്രം വിശ്വസിക്കുക. കൂടുകൾക്കിടയിലൂടെ, ശത്രുക്കൾക്കിടയിലൂടെ രാജകുമാരൻ നടന്നുപോയി. ആരും അറിഞ്ഞില്ല, കാറ്റടിച്ച് വീശിയതറിഞ്ഞില്ല, പൂമാരൻ വന്നതറിഞ്ഞില്ല, പുതുമണവാളൻ ഇറങ്ങിപ്പോയതറിഞ്ഞില്ല, രാജകുമാരന്റെ സിംഹാസനം ഒഴിഞ്ഞതറിഞ്ഞില്ല, പരിവർത്തനത്തിന്റെ ഗാനം മുഴക്കപ്പെട്ടതറിഞ്ഞില്ല, വിപ്ലവത്തിന്റെ നാദം മദീനയിലേക്ക് നീങ്ങിയതറിഞ്ഞില്ല, മന്ദമാരുതന്റെ പൂന്തോപ്പിലേക്ക് ഒരു പുതിയ കാറ്റടിച്ച് വീശിയതറിഞ്ഞില്ല, ചരിത്രത്തിന് പുതിയ പുളകം വരാൻ പോണ വിവരം കൊലയാളികൾ അറിഞ്ഞില്ല, കാലത്തിന്റെ വിളിയാളത്തിന് പുതിയ ആമുഖം പകരാൻ വിപ്ലവകാരി മദീനയിലേക്ക് കാലെടുത്ത് വെക്കാൻ പോണ വിവരം അറിഞ്ഞില്ല. ഷാഹത്തിൽ വുജൂ, ഷാഹത്തിൽ വുജൂ, ഷാഹത്തിൽ വുജൂ. ശത്രുക്കളെ, മുഖങ്ങൾ വികൃതമാക്കപ്പെടട്ടെ, മുഖങ്ങൾ കോലം കെട്ടുപോകട്ടെ, മുഖങ്ങളുടെ ഷെയ്പ്പ് പോകട്ടെ, കണ്ണുകൾ അന്ധമാകട്ടെ, ഹൃദയങ്ങൾ അന്ധമാകട്ടെ. ഞാനിതാ പോണ്, പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചോ. നിന്റെ ശക്തി എവിടെ? നിന്റെ അധികാരം എവിടെ? നിന്റെ ഘടകങ്ങൾ എവിടെ? നിന്റെ ആയുധ ശക്തി എവിടെ? സമ്പദ് ബലം എവിടെ? സൈനിക ബലം എവിടെ? ആൾ ബലം എവിടെ? തിണ്ണ ബലം എവിടെ? എണ്ണ ബലം എവിടെ? ഞാൻ ഇറങ്ങിപ്പോവുകയാണ്, പിടികൂടാൻ പറ്റുമെങ്കിൽ പിടികൂടുക എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ നേരെ സിദ്ദീഖുൽ അക്ബറിന്റെ വീട്ടിലേക്ക്. അവിടെ അതാ നേരത്തെ ഒരുക്കി നിർത്തപ്പെട്ട ഒട്ടകങ്ങൾ. രാത്രിയുടെ ഏകാന്തത, മരുഭൂമി തണുത്തു കിടക്കുകയാണ്, കുളമ്പടികൾ മുഴങ്ങുകയാണ്, ഒട്ടകം മടിവെക്കുകയാണ്, മൂന്നാളുകളെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ്. അവിടെയും സിദ്ദീഖ്